ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയുടെ അത് തന്നെ ആ സബ്ജക്റ്റിനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. വേറൊരു കാര്യം കൂടി ഓർത്തുകൊണ്ടാണ് കണ്ടുപിടിച്ചുകൊണ്ട്. അപ്പോൾ ഇത് നമ്മൾ എഗ്ഗ്, ഈ പ്ലാനറ്റ്, ഈ എർത്തിനെ ഞാൻ എഗ്ഗായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേലിയേറ്റം ഉണ്ടാവും. ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേലിയിറക്കം ഉണ്ടാവും. ഇതിനകത്ത് കിടക്കുന്ന യോക്കൊക്കെ സ്കാറ്റേഡായി കിടക്കുന്ന വെള്ള ഫ്ലൂയിഡ് കടലുമാണ്. അങ്ങനെയാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കിടക്കുന്ന യോക്കില്ലേ, മഞ്ഞക്കുരു എന്ന് പറയുന്നത്, അത് പൊട്ടി സ്കാറ്റേഡായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടക്കുന്ന മഞ്ഞക്കുരു പൊട്ടിക്കിടക്കുന്നതിനാണ് നമ്മൾ കരയെന്ന് പറയുന്നത്, ലാൻഡ്. അപ്പോൾ ഈ എഗ്ഗ് കിടക്കുന്നത് വേറൊരു എഗ്ഗിനകത്താണ്. അതാണ് അതിൻ്റെ സീക്രട്ട്. കാര്യം ഇതിനിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വേറൊന്നിലായിരിക്കണം. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സിൽ ഇത് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇത് കിടക്കുന്നത് വേറൊരു വലിയ വെള്ളം മാത്രമുള്ള ഒരു എഗ്ഗിനകത്താണ്. അപ്പോൾ അതിൻ്റെ കറക്കത്തിൽ ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ വെള്ളം ഉള്ള എഗ്ഗ് കറങ്ങുന്നതിനകത്ത് കിടക്കുന്ന ഒരു എഗ്ഗാണിത്, നമ്മുടെ ഭൂമി. അപ്പോൾ അത് കറങ്ങുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ ആ വലിയൊരു എഗ്ഗ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ മുകളിലോട്ട് കയറി നിൽക്കും. ആ സമയത്ത് അകത്ത് കിടക്കുന്ന എഗ്ഗിൻ്റെ പൊസിഷൻ എന്തായിരിക്കും എന്നറിയാം. ഇതിൻ്റെ ഈ സൈഡ് വരും, ഈ സൈഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കും, ഇങ്ങനെ. അപ്പോൾ ആ വലിയ എഗ്ഗ്, ഇതിന് എക്സ്റ്റേണൽ എഗ്ഗ് എന്ന് പറയാം. ആ എഗ്ഗ് കാരണം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അകത്ത് കിടക്കുന്ന എഗ്ഗും അതേ കണക്ക് തന്നെ കറങ്ങും. അങ്ങനെയാണ് ഈ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇതിനകത്ത് കിടക്കുന്നത്. ഇത് എക്സ്റ്റേണൽ എഗ്ഗൊന്നും നമുക്ക് കാണാൻ പോലും പറ്റില്ല. അത്രയ്ക്കും വലിയ ജൈജാൻറ്റിക് എഗ്ഗാണിത്. അതാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. 2 എഗ്ഗുണ്ട്. ഇപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ വലിയ എഗ്ഗ്, അത് വെള്ളമുള്ള എഗ്ഗാണ്. അതിനകത്ത് കിടക്കുന്ന വേറൊരു എഗ്ഗാണ്, എഗ്ഗിനകത്താണ് നമ്മളുള്ളത്. അപ്പോൾ അത് കറങ്ങുന്നതിനനുസരിച്ചാണ് ഇതിനകത്തുണ്ടാകുന്ന വ്യത്യാസം. ഈ എഗ്ഗ് കറങ്ങുന്നതിൻ്റെ പൊസിഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നത്. പല രീതിയിൽ കറങ്ങുന്നതിൻ്റെ കാരണം ഈ എഗ്ഗിന് വെളിയിലുള്ള വലിയ എഗ്ഗ്, വെള്ളം മാത്രമാണ്, അതിനകത്താണ് ഇത് കിടക്കുന്നത്. അപ്പം 2 eggs. ഇത് കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും. പക്ഷേ ഞാൻ ചിന്തിച്ചു പോയി. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അതിൻ്റെ ഈ കണ്ടുപിടുത്തം ഇന്നല്ലെങ്കിൽ നാളെ ഇത് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ റോയൽറ്റിയും റൈറ്റ്സും എനിക്ക് തന്നെയാണ്. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ പേര് റെജി മാത്യു 55-1972 പൊൺത്രയിൽ നിന്നാണ്. 55-1972 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ്. പൊൺത്രയിൽ എൻ്റെ വീട്ടുപേരുണ്ട്. അപ്പോൾ റെജി മാത്യു 55-1972 പൊൺത്രയിൽ. My mobile number is 0091-703-417-129, and another number is 0091-628-205-7077. എൻ്റെ അഡ്രസ്സ് റെജി മാത്യു പൊൺത്ര, ജസ്ട്രി കോട്ടയം 8/949, C2 KR 32 വാരിക്കൊണ്ടുള്ള 9 കടക്കാരോളം ബി ട്രിവാൻഡ്രം 695-564. Another PIN number is 695-0134, Kachani, Trivandrum, Kerala, India. I have another reference house address is Regi Matthew Pondrail, Joy Pandarakala, opposite Christian Sisters Hostel, and Senator School, Calabria Pia Kotaraka, Golden District, Kerala, India. All right, this is third for this invention that we are in a 2 egg. One we are leaving, and another egg we have, that's where we are living. In that egg we are living in another egg. So 2 എഗ്ഗിനകത്താണ് ഇത് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. വലിയ എഗ്ഗ് കറങ്ങുമ്പോൾ അതിനകത്ത് കിടക്കുന്ന ഒരു എഗ്ഗും കറങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റെ വെള്ളത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും അനുസരിച്ച് അകത്ത് കിടക്കുന്ന മുട്ടയും കറങ്ങിക്കൊണ്ടിരിക്കും. അതേ രീതിയിലാണ് ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കുന്നതാണ്. എഗ്ഗ് തന്നെയാണ് ഈ ക്രീച്ചേഴ്സിനകത്തെല്ലാം, എഗ്ഗ് തന്നെയല്ലേ. നമ്മുടെ മനുഷ്യനിലായാലും എഗ്ഗ് തന്നെയാണ് ഉള്ളത്. കോഴിയായാലും ക്രീച്ചേഴ്സ് ആയാലും
വയറായാലും വയറ്റിനകത്തായാലും അതൊരു എഗ് പ്രോസസ്സാണ് നടക്കുന്നത്. ഒരു എഗ്ഗിനകത്താണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും അത് പ്രസവിക്കുകയും ചെയ്യുന്നത്. വേറൊരു രീതിയിലുള്ളൊരു പ്രസവം, വേറെ രീതിയിലുള്ളൊരു പ്രൊഡക്ഷനാണ് നടക്കുന്നത്. ഇപ്പോൾ കോഴികൾ മുട്ടയിടുന്ന പോലെ ഇടുന്ന ഒത്തിരിയധികം ക്രീച്ചേഴ്സുണ്ട്. പക്ഷെ മനുഷ്യരെ പോലെ പ്രസവിക്കുന്ന കുറേ ക്രീച്ചേഴ്സുണ്ട്. പക്ഷെ അവരുടെ വയറ്റിനകത്ത് ഒരു എഗ് പ്രോസസ്സാണ് നടക്കുന്നത്. ഒരു എഗ്ഗ് ഒരു ബലൂൺ പോലെ ഉണ്ടാവും, അതിനകത്ത് പിന്നെ ഫ്ലൂയിഡ് ഉണ്ടാവും, അത് വീണ്ടും ലെയർ ഉണ്ടാക്കി അതിനകത്തുണ്ടാകുന്ന മനുഷ്യനായാലും ജീവികളായാലും അതിലാണ് വളരുന്നത്. അങ്ങനെ അത് പ്രസവിക്കും. അപ്പോൾ ഇതേ രീതി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അല്ലെങ്കിലും ഷെയർ ചെയ്യാം. നോ ഒബ്ജെക്ഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.